പത്രോസും ശ്ലീഹന്മാരും വഴിയായി ഒത്തിരി അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ജനങ്ങൾ രോഗികളെ തിരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. കാരണം അങ്ങനെ പോലും പലർക്കും രോഗശാന്തി ലഭിച്ചു. പത്രോസിന്റെ നിഴൽ വീഴാൻ കാത്തിരുന്നവർ പത്രോസിന്റെ മേൽ വീഴുന്ന കൃപയുടെ വെളിച്ചത്തെയാണ് സ്വീകരിക്കുന്നത്. പത്രോസിന്റെ നിഴൽ പോലും അനുഗ്രഹത്തിന് കാരണമാക്കുന്ന നല്ല ദൈവം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പതിക്കുന്ന നിഴലിൽ പോലും നന്മ നിറയ്ക്കുവാൻ കഴിവുള്ളവനും കനിയുന്നവനുമാണ് ദൈവം. എൻ്റെ നിഴൽ പതിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുവാൻ കാത്തിരിക്കുന്ന ആരും ഉണ്ടാകാനിടയില്ല. പക്ഷേ എൻ്റെ നിഴലിനൊരു സാധ്യതയുണ്ട്, തണലാവുക. എൻ്റെ നിഴലുകൾ മറ്റുള്ളവർക്കൊരു തണലാക്കി മാറ്റുമ്പോൾ ഞാനും പത്രോസാവുകയാണ്.